ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ കേസിൽ പോലീസുകാരുടെ ഫോൺ പരിശോധിക്കുകയാണ്. തീപിടുത്തമുണ്ടായപ്പോൾ യശ്വന്ത് വർമ്മയുടെ വീട്ടിലെത്തിയ 5 പോലീസുകാരുടെ ഫോണാണ് പരിശോധിക്കുക. വിഷയത്തിൽ നിയമമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അനൂപ് ദാസ് നൽകും കൂടുതൽ വിവരങ്ങൾ. അനൂപ്, എന്തിന്റെ പേരിലാണ്, എന്ത് കണ്ടെത്താനാണ് ഈ പോലീസുകാരുടെ ഫോൺ പരിശോധിക്കണം എന്ന് പറയുന്നത്? ഈ ജഡ്ജി പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ തീ കത്തുന്ന സമയത്ത് വീട്ടിലില്ലായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അകത്തു നിന്നല്ല പണം കണ്ടെത്തിയത്, അകത്തല്ല തീ കത്തിയത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും പണം കൊണ്ടുവന്ന് വെക്കാവുന്ന ഒരിടമാണത്. എനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് ജഡ്ജി ഈ പണം കണ്ടെത്തി എന്ന് അറിഞ്ഞ സമയം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന അന്വേഷണം ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്നുണ്ട്. ഈ സംഭവം, ഈ പണം ആദ്യം കണ്ട ആളുകൾ എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസുമാണ്. അതുകൊണ്ടാണ് ആദ്യമെത്തി ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരുടെ ഫോൺ പരിശോധിക്കുന്നത്. ഒരു ആരോപണമുള്ളത് പുറത്തുനിന്ന് പണം ആരോ കൊണ്ടുവന്ന് വെച്ചതാണ് എന്നാണ് ജഡ്ജി പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നതിൻ്റെ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ ഫോണുകൾ പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഈ പ്രശ്നത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഹാരിസ് ബീരാൻ MP ആണ് നോട്ടീസ് നൽകിയത്. ഈ കാര്യങ്ങളും ഈ ഹാരിസ് ബീരാൻ ഇപ്പം നോട്ടീസ് നൽകി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്തെങ്കിലും കടന്നിട്ടുണ്ടോ? അത് സഭ ആ രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ? എന്താണ് രാജ്യസഭയിൽ നിന്നുള്ള പുതിയ വിവരം? രാജ്യസഭയിൽ ഇന്ന് ഈ വിഷയം കൃത്യമായി ശക്തമായി പരിഗണിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. കോൺഗ്രസ് പറയുന്ന കാര്യം, ഈ വിഷയത്തിൽ നിയമമന്ത്രി പ്രസ്താവന നടത്തണം. രാജ്യത്തിന് അറിയാൻ ഉറപ്പായും അവകാശമുണ്ട്. കാര്യം നീതിന്യായ വ്യവസ്ഥയുടെ ഒരു സത്യസന്ധതയുമായി ബന്ധപ്പെട്ട കാര്യമാണിത് എന്നാണ്. ഇന്നലെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെയും സഭാ നേതാവ് JP നദ്ദയെയും വിളിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ച വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷേ ചർച്ചയ്ക്ക് സാധ്യത കുറവാണ്. ഓക്കെ, ശരി. വലിയ വിവാദമായി നിലനിൽക്കുന്ന കേസാണ്. ജഗദീപ് ധൻഖർ, മല്ലികാർജുൻ ഖാർഗെയൊക്കെ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടാണ് എന്താണ് സംഭവിച്ചത്. ആദ്യം കെട്ടുകണക്കിന് നോട്ട് കണ്ടെത്തി എന്ന് പറയുന്നു, പിന്നെ ഫയർഫോഴ്സ് മേധാവി പറയുന്നു അങ്ങനെ പണം കണ്ടെത്തിയില്ല എന്ന് പറയുന്നു. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ നിഴലിക്കുന്നുണ്ട്. എന്താണ് അതിന് പിന്നിലെന്നല്ല. പക്ഷേ ഇത് പ്രതിപക്ഷം അതൊരു ശക്തമായ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഹാരിസ് ബീരാൻ, മുസ്ലിം ലീഗ് MP, രാജ്യസഭയിൽ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. 11 മണിക്ക് സഭ ചേരുന്ന സമയത്തായിരിക്കും ഇത് പരിഗണിക്കുക.